വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് ഫുഡ് ബോൺ ഡിസീസുകളാണ്. അപ്പോൾ എന്താണ് ഫുഡ് ബോൺ ഡിസീസ്? നമുക്കറിയാം, പേര് പോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡുകളുടെ കൺസംഷൻ മൂലം ഉണ്ടാകുന്ന ഡിസീസുകളെയാണ് നമ്മൾ ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസസ്, അതുപോലെ പാരസൈറ്റ്സ്, ഇതെല്ലാം ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവ കൂടാതെ കെമിക്കലോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ടോക്സിൻസ്, അതായത് പോയ്സണസ് മഷ്റൂംസ്, ഇവയും നമ്മുടെ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയുന്നത്, ആദ്യം ഒരു കണ്ടാമിനേഷൻ്റെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കും, അത് നമ്മുടെ ഫുഡിലോട്ട് വരുന്നു. ദെൻ ട്രാൻസ്ഫർ ഓഫ് ബാക്ടീരിയ, അതിനുശേഷം എന്താവും, ഇതിൽ ബാക്ടീരിയാസ് വരുമ്പോൾ ഇത് പൊട്ടൻഷ്യലി ഹസാർഡസ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് മാറുന്നു. അതേപോലെ ടൈം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ, ഇത് എന്ത് സംഭവിക്കുന്നു, ഈ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ അത് അലോ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദ എത്തിയോളജി ഓഫ് ഫുഡ് ബോൺ ഡിസീസ്. ഈ ഫുഡ് ബോൺ ഡിസീസുകൾ എന്ന് പറയുന്നത് ആർ ദോസ് ഡിസീസ് ദാറ്റ് ആർ ദ റിസൾട്ട് ഓഫ് ദ എക്സ്പോഷർ ടു പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ, വൈറസസ്, അതുപോലെ തന്നെ പാരസൈറ്റ്സ്, ഇവയോടൊക്കെ ഈ ഒരു ഫുഡ് എക്സ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനോടൊക്കെ ഉള്ളൊരു എക്സ്പോഷറിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഡിസീസുകളാണല്ലോ ഈ ഒരു ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിൻ്റെ ഉള്ളിലൊരു അക്യൂട്ടായിട്ടുള്ളൊരു എഫക്റ്റ് തന്നെ ഇത് കൊണ്ടുവരുന്നു. ഹവർ ക്രോണിക് ഇൻ സം കേസസ്, ചില കേസുകളിലാണെങ്കിൽ, അക്യൂട്ടായിട്ടുള്ള ചില കേസുകളാണെങ്കിൽ ഈ ഒരു ഫുഡ് ബോൺ ഇൽനെസ് എന്ന് പറയുന്നത് മേ ഓൾസോ ബി കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വാരിയസ് കെമിക്കൽ സബ്സ്റ്റൻസ്. ഒത്തിരി കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് മൂലവും ഇത്തരത്തിലുള്ള ഒരു ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ വരുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന് വരുന്നവയാണ് റെസിഡ്യൂ ഓഫ് പെസ്റ്റിസൈഡ്സ്, ഈ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂ, അതുപോലെ വെറ്റിനറി ഡ്രഗ്സ്, അൺലൗഫുൾ ഫുഡ് അഡിക്റ്റീവ്സ്, അതുപോലെ തന്നെ മൈക്കോടോക്സിൻസ്, ബയോടോക്സിൻസ് ആൻഡ് റേഡിയോ ന്യൂക്ലൈഡ്സ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഫുഡിലോട്ട് എൻ്റർ ചെയ്യാം. അത് ചിലപ്പോൾ ഇൻറ്റൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ അൺഇൻറ്റൻഷ്യലിയും ആയിരിക്കാം. നമ്മൾ വേണമെന്ന് വെച്ചിട്ടും ആക്കാം, അല്ലെങ്കിൽ അറിയാതെയും ആവുന്നതായിരിക്കാം. നെക്സ്റ്റ്, ഒബ്സർവേഷൻസ് ഓഫ് FBD, ഫുഡ് ബോൺ ഡിസീസ്. ഈ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, estimates that 1 in 3 people worldwide suffer from food borne disease. ഈ ഒരു ഫുഡ് ബോൺ ഡിസീസിൽ നിന്നും ഒരു 3-ൽ ഒരാൾക്കെങ്കിലും ഈ ഒരു അസുഖം, ഫുഡ് ബോൺ ഡിസീസുകൾ വരുന്നതായിട്ട് WHO അവർ പറയുന്നുണ്ട്. Then the most of these illness are due to microorganisms and chemical contaminants. ഒത്തിരി വരുന്ന ഇൽനെസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് വഴിയോ അല്ലെങ്കിൽ കെമിക്കൽ കണ്ടാമിനൻസിന് വഴിയോ ആണ്. വിച്ച് മേ ഒക്കെ നാച്ചുറലി ഒക്കെ ചെയ്യുന്നതായിരിക്കാം, ഓർ ബി ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് സം പോയിന്റ് അലോങ് ദ ഫുഡ് ചെയിൻ. 1.8 മില്യൺസ് പീപ്പിൾസ് ഡൈ ചെയ്തിട്ടുണ്ട്, അതായത് സിവിയർ ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസ്, വാട്ടർ ബോൺ ആയിട്ടുള്ള ഡയേറിയ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് വഴി മരിച്ചു പോയിട്ടുണ്ട്. ദെൻ കാമ്പൈലോബാക്ടറും അതുപോലെ തന്നെ സാൽമോണല്ല സ്പീഷീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഫോർ ഓവർ 90% ഓഫ് ഓൾ റിപ്പോർട്ടഡ് കേസ് ഓഫ് ബാക്ടീരിയ റിലേറ്റഡ് ടു ഫുഡ് പോയ്സണിങ് വേൾഡ് വൈഡ്. മോസ്റ്റ് കേസസ് ഓഫ് ഫുഡ് ബോൺ ഡിസീസ് ആർ നോട്ട് റിപ്പോർട്ടഡ്. ദ ട്രൂ ഡയമെൻഷൻ ഓഫ് ദ പ്രോബ്ലം ഈസ് അൺനോൺ. അതായത് ഒത്തിരി ഫുഡ് ബോൺ ഡിസീസുകളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ഡയമെൻഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് അൺനോൺ ആയിരിക്കും. ഇപ്പോൾ ടുഡേ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യത്തിലാണെങ്കിൽ ഒരു ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ടോപ്പ് 11 പ്രയോറിറ്റിയിൽ ഇപ്പോൾ ഈ WHO ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പ്രയോറിറ്റി, ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഈ ഒരു ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ദ വേൾഡ് ഫുഡ് സമ്മിറ്റ് ഓർഗനൈസ്ഡ് ബൈ FAO ഇൻ 1996, അതായത് 1996 FAO, അതിൻ്റെ ഫുൾ ഫോം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഒരു FAO സംഘടിപ്പിച്ചിട്ടുള്ള ദ വേൾഡ് ഫുഡ് സമ്മിറ്റ്, അതായത് ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ അവർ ഒരു കാര്യം അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സേഫായിട്ടുള്ള ഒരു ഫുഡ് ആക്സസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഭക്ഷ്യസുരക്ഷയുടെ ഒരു ഘടകമാണ് എന്ന് അവർ റെക്കഗ്നൈസ് ചെയ്തു. ദ വേൾഡ് ഹെൽത്ത് അസംബ്ലി റെസൊല്യൂഷൻ ഓൺ ഫുഡ് സേഫ്റ്റി ഫ്രം May 2000 states that everyone should have the right to an adequate supply of safe, nutritious food. അതായത് എല്ലാവർക്കും
സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ സപ്ലൈ അഡിക്വേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് എന്ന് പറയുന്നു. WHO പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസുകളുടെ സർവൈലൻസ് നടത്തുന്നതിന്, നിരീക്ഷണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീജിയണൽ മെക്കാനിസംസ് എല്ലാം ഇംപ്ലിമെൻ്റ് ആവശ്യമാണെങ്കിൽ, ഉചിതമാണെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. തേർഡ് പോയിന്റ് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മുൻഗണന അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് സേഫ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ബോൺ ഡിസീസ്. ഫസ്റ്റ് വരുന്നതാണ് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അത് കോസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഫസ്റ്റ് പോയിന്റ് എൻട്രൻസ് ഓഫ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം കണ്ടാമിനേറ്റിംഗ് ഫുഡ് ഇൻ ടു ദ ബോഡി. എന്താ പറയുന്നത്? പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യുന്ന പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻറ്ററിങ്, നമ്മുടെ ഉള്ളിലോട്ടുള്ള എൻറ്ററിങ്. ബോഡി റിയാക്ട് ബൈ റൈസിങ് ടെമ്പറേച്ചർ, എക്സാമ്പിൾ ഫീവർ. നമ്മുടെ ബോഡി, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്, അതായത് ഫീവർ, എക്സാമ്പിളാണ് ഫീവർ. ദെൻ ലോങ്ങർ ഇൻക്യുബേഷൻ പീരീഡ്. നെക്സ്റ്റ് വരുന്നതാണ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് കോസ്ഡ് ബൈ കൺസംഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് ബയോടോക്സിക്കൻസ്, മെറ്റബോളിക് പ്രൊഡക്ട്സ്, പോയ്സണസ് സബ്സ്റ്റൻസ്. ഇതിൻ്റെയൊക്കെ കൺസംഷൻ വഴിയാണ് ഫുഡ് ബോൺ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുന്നത്. മെയിൻ കോസസ് ഓഫ് ഫുഡ് ബോൺ ഡിസീസ്. ഫസ്റ്റ് പോയിന്റ് ക്രോസ് കണ്ടാമിനേഷൻ. Cross contamination occurs when microorganisms are transferred from one surface or food to another. അതായത് ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലോട്ട് മൈക്രോ ഓർഗാനിസം ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫുഡിൽ നിന്നും മറ്റൊരു ഫുഡിലോട്ട് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈം ടെമ്പറേച്ചർ അബ്യൂസ് happens when the food is exposed to temperature danger zone 41 degree Fahrenheit to 140 degree Fahrenheit for more than 4 hours. Poor personal hygiene. Food handlers are carriers of disease causing bacteria. നമുക്കറിയാലോ, ഈ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു ഡിസീസ് കോസിങ് ബാക്ടീരിയകളുടെ കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് സർവീസ് പേഴ്സണൽസ് എന്ത് ചെയ്യണം? അവരെന്താ ചെയ്യേണ്ടത്? ക്യാൻ കണ്ടാമിനേറ്റ് ഫുഡ്. അവർ ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഫുഡ് കണ്ടാമിനൻസ്. ഫുഡ് കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കണ്ടാമിനൻസ് ഉണ്ട്, കെമിക്കൽ കണ്ടാമിനൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടാമിനൻസും ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ബയോളജിക്കൽ കണ്ടാമിനൻസ്. എ മൈക്രോബിയൽ കണ്ടാമിനൻറ്റ് ദാറ്റ് മേ കോസ് എ ഫുഡ് ബോൺ ഇൽനെസ്. ഫുഡ് ബോൺ ഇൽനെസ്സിന് കാരണമാകുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന മൈക്രോബിയൽ കണ്ടാമിനൻസിനെയാണ് നമ്മൾ ബയോളജിക്കൽ കണ്ടാമിനൻസിൽ ഉൾപ്പെടുത്തുന്നത്. അവയ്ക്ക് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ബാക്ടീരിയ, വൈറസസ്, ഫഞ്ചൈ, പാരസൈറ്റ്സ് ആൻഡ് ബയോളജിക്കൽ ടോക്സിൻസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സീ ഫുഡ് ടോക്സിൻസ് ഉണ്ടായിരിക്കും, ദെൻ മഷ്റൂം ടോക്സിൻസും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ കണ്ടാമിനൻസ് ആണ്. എ കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ കോസ് ഫുഡ് ബോൺ ഇൽനെസ്. ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാവാൻ കാരണമാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ്, അതാണ് കെമിക്കൽ കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് നോർമലി ഫൗണ്ട് ഇൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആയിരിക്കും ഈ സബ്സ്റ്റൻസുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ടോക്സിക് മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ് എക്സെട്ര. ദെൻ ഫിസിക്കൽ കണ്ടാമിനൻസ് എന്ന് പറയുമ്പോൾ എനി ഫോറിൻ ഒബ്ജക്റ്റ് ദാറ്റ് ആക്സിഡൻ്റലി ഫൈൻഡ് ഇറ്റ്സ് വേ ഇൻ ടു ഫുഡ്. എക്സാമ്പിൾസ് പറയുന്നത് ഹെയർ, സ്റ്റാപ്പിൾ വയർ, പിന്നെ ഡസ്റ്റ്, ഇതൊക്കെയാണ് ഫിസിക്കൽ കണ്ടാമിനൻസിൽ എക്സാമ്പിൾ വരുന്നത്. ദെൻ ബയോളജിക്കൽ കണ്ടാമിനൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ബോട്ടുലിസം, ഈക്കോളൈ ഇൻഫെക്ഷൻസ്, സാൽമണലോസിസ്, ഷിജലോസിസ്, ലിസ്റ്റീരിയോസിസ്, സ്റ്റെഫലോകോക്കൽ ഇൻഫെക്ഷൻസ്. വൈറൽ ഇൻഫെക്ഷനിൽ വരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ, നോർവോക്ക് വൈറസ്, റോട്ടാ വൈറസ്. ദെൻ ഫംഗലായിട്ട് വരുന്നത് ഈസ്റ്റ്, മോൾഡ്. പാരസൈറ്റിക് ആയിട്ട് വരുന്നത് ഗിയാർഡിയാസിസ്, സൈക്ലോസ്പോറിയാസിസ്, ട്രിക്കണോസിസ്. ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ.
ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോട്ടുലിസം ആണ്. അപ്പോൾ ബോട്ടുലിസം ഫുഡ് പോയ്സണിങ് അതുണ്ടാക്കുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയ ആണ്. ബോട്ടുലിസം സ്പോർ ഫോമിംഗ് ബാക്ടീരിയ. അപ്പോൾ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുമ്പോൾ അതൊരു അനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയമാണ്. ദെൻ ഓർഗാനിസം പ്രൊഡ്യൂസ് എ ന്യൂറോടോക്സിൻ. ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂറോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ടൈപ്പ് ഓഫ് ഇൽനെസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ ആണ്. ഇതിൻ്റെ ഓൺസെറ്റ് ടൈം എന്ന് പറയുന്നത് 12 to 36 hours ആണ്. സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ഈ ഒരു ബോട്ടുലിസത്തിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഡിസിനസ് ഉണ്ടായിരിക്കും, ഡബിൾ വിഷൻ, ഒന്നിനെ നമുക്ക് രണ്ടായി കാണുന്നു, ദെൻ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് സ്വളോയിങ്. ഫുഡ് സോഴ്സസ് ഇംപ്രോപ്പർലി ക്യാൻഡ് ആയിട്ടുള്ള ഫുഡുകൾ, പിന്നെ വാക്വം പാക്ക്ഡ് ആൻഡ് റെഫ്രിജറേറ്റഡ് ഫുഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈക്കോളൈ ഇൻഫെക്ഷനാണ്, എസ്ട്രീഷ്യ കോളൈ. അതാണ് അതിൻ്റെ ഈക്കോളയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ദെൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് ഷിഗ ടോക്സിൻ എന്ന് പറയുന്നത്. അതൊരു പോയ്സണസ് സബ്സ്റ്റൻസ് ആണ്. ഇവ ഫാക്കൾട്ടേറ്റീവ് അനേറോബിക് ബാക്ടീരിയയാണ്. ഇതിന് ടൈപ്പ് ഓഫ് ഇൽനെസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ദെൻ ഇതിൻ്റെ ഓൺസെറ്റ് ടൈം 3 to 8 days ആയിരിക്കും. സിംറ്റംസ് ബ്ലഡി ഡയറിയ ഫോളോഡ് ബൈ കിഡ്നി ഫെയിലിയർ. ഇതിൻ്റെ ഫുഡ് സോഴ്സുകൾ ഏതൊക്കെയാണ്? അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ബീഫുകൾ, പിന്നെ അൺപാസ്ചറൈസ്ഡ് ആപ്പിൾ ജ്യൂസ്, അണ്ടർ കുക്ക്ഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, റോ മിൽക്ക്, ഡയറി പ്രൊഡക്റ്റുകൾ. നെക്സ്റ്റ് വരുന്നതാണ് ലിസ്റ്റീരിയോസിസ്. അപ്പോൾ ലിസ്റ്റീരിയോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ലിസ്റ്റീരിയ മോണോസൈറ്റോജൻസ്. ഇവ ഫാക്കൾട്ടേറ്റീവ് അനേറോബിക് ബാക്ടീരിയയാണ്. ഇവയ്ക്ക് എബിലിറ്റി ടു സർവൈവ് ഇൻ ഹൈ സാൾട്ട് ഫുഡ് ആൻഡ് ക്യാൻ ഗ്രോ അറ്റ് റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചർ. ഇവയ്ക്ക് എന്തുണ്ടായിരിക്കും? ഹൈ സാൾട്ട് ഫുഡിലൊക്കെ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചറിൽ ഇവ ഗ്രോ ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് ഇൽനെസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഓൺസെറ്റ് ടൈം 3 to 70 days ആണ്. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഹെഡ് ഏക്ക്, സ്റ്റിഫ് നെക്ക്, കൺഫ്യൂഷൻ, ലോസ് ഓഫ് ബാലൻസ്, ഡേഞ്ചറസ് ഫോർ പ്രഗ്നൻറ്റ്. ദെൻ ഫുഡ് സോഴ്സ് വരുന്നത് റോ മിൽക്ക്, പിന്നെ മീറ്റ്, റെഫ്രിജറേറ്റഡ് റെഡി ടു ഈറ്റ് ഫുഡ്സ്, അതുപോലെ സോഫ്റ്റ് ചീസസ്. സാൽമോണലോസിസ് ബാക്ടീരിയ സാൽമോണല്ല ബാക്ടീരിയയാണ്. ഇവ ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ബാക്ടീരിയാസ് ആണ്. ഫീക്കൽ കണ്ടാമിനേഷൻ വഴിയാണ് ഇത് വരുന്നത്. ടൈപ്പ് ഓഫ് ഇൽനെസ് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. സിംറ്റംസ് സ്റ്റൊമക് ക്രാംസ് ഉണ്ടായിരിക്കും, ഡയറിയ, ഹെഡ് ഏക്ക്, നോസിയ, ഫീവർ, വോമിറ്റിങ്. ഇതിൻ്റെ ഫുഡ് സോഴ്സ് സോയിൽ, ഇൻസെക്റ്റ്, റോ മീറ്റ്, ഫിഷ്, എഗ്സ്, റോ സാലഡ് ഡ്രസ്സിങ്, സ്ലൈസ്ഡ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്. ദെൻ ഷിജല്ലോസിസ്. ഷിജല്ലോസിസ് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന ബാക്ടീരിയ ഷിജല്ല ബാക്ടീരിയയാണ്. ഇവയും ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ബാക്ടീരിയയാണ്. കംസ് ഫ്രം ഹ്യൂമൻ ഇൻഡസ്ട്രീൻ, പൊല്യൂട്ടഡ് വാട്ടർ, സ്പ്രെഡ് ബൈ ഫ്ലൈസ് ആൻഡ് ഫുഡ് ഹാൻഡ്ലേഴ്സ്. ദെൻ ടൈപ്പ് ഓഫ് ഇൽനെസ് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സിംറ്റംസ് ഡയറിയ, ഫീവർ, അബ്ഡോമിനൽ ക്രാംസ്, ഡീഹൈഡ്രേഷൻ. ഫുഡ് സോഴ്സ് ഫുഡ്സ് ദാറ്റ് ആർ പ്രിപ്പയർഡ് ബൈ ഹ്യൂമൻ കോണ്ടാക്ട്, സാലഡ്സ്, റെഡി ടു ഈറ്റ് മീറ്റ് ആൻഡ് പാസ്ത സാലഡ്സ്, ലെക്റ്റ്യൂസ് എക്സെട്ര. ദെൻ സ്റ്റെഫൈലോകോക്കൽ ഇൽനെസ്. ഇതിൽ വരുന്ന ബാക്ടീരിയ സ്റ്റെഫൈലോകോക്കസ് ഓറിയേസസ് ആണ്. ഫാക്കൾട്ടേറ്റീവ് അനൈറോബിക് ബാക്ടീരിയ ആണ്. ഇവയ്ക്ക് കുക്ക്ഡ് അല്ലെങ്കിൽ സേഫ് ഫുഡിൽ, അതായത് ദാറ്റ് ആർ റീകണ്ടാമിനേറ്റഡ്, അതിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ കോമൺലി ഫൗണ്ട് ഇൻ ഹ്യൂമൻ സ്കിൻസ്, അതുപോലെ തന്നെ ഹാൻഡ്, ഹെയർ, നോസ് ആൻഡ് ത്രോട്ട്. ക്യാൻ ഗ്രോ ഇൻ ഹൈ സോൾട്ട് അല്ലെങ്കിൽ ഹൈ ഷുഗർ. ഹൈ സോൾട്ടോ അല്ലെങ്കിൽ ഹൈ ഷുഗർ ആയിട്ടുള്ള ഫുഡ്സിൽ ഇവയ്ക്ക് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലോവർ വാട്ടർ ആക്ടിവിറ്റി ഉള്ള ഫുഡ്സിലാണെങ്കിലും അതിന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ടൈപ്സ് ഓഫ് ഇൽനെസ് ബാക്ടീരിയൽ ഇൻടോക്സിക്കേഷൻ ആണ്. സിംറ്റംസ് വരുന്നത് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാംസ്, ദെൻ ഹെഡ് ഏക്ക്. ഫുഡ് സോഴ്സ് വരുന്നത് ഫുഡ് ദാറ്റ് ആർ പ്രിപ്പയർഡ് ബൈ ഹ്യൂമൻ കോണ്ടാക്ട്, ലെഫ്റ്റ് ഓവർ, മീറ്റ്, എഗ് പ്രൊഡക്റ്റ്, പൊട്ടറ്റോ സലാഡ് ഡ്രസ്സിങ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസീസ് കോസ്ഡ് ബൈ വൈറസ്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഇവിടെ വരുന്ന വൈറസ് ഹെപ്റ്റോ വൈറസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ്. ദെൻ ഫൗണ്ട് ഇൻ ഹ്യൂമൻ ഇൻറ്റസ്റ്റിനൽ ആൻഡ് യൂറിനറി ട്രാക്റ്റ്
ആൻഡ് കണ്ടാമിനേറ്റഡ് വാട്ടറിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഫീവർ, ഫാറ്റിക്, ഹെഡേക്ക്, നോസിയ, സ്റ്റൊമക്ക് പെയിൻ, വോമിറ്റിംഗ്, ജോണ്ടിസ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ ടൈം ഒരു 2 to 10 months ആഫ്റ്റർ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ഈസ് കൺസ്യൂംഡ്. നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ ഒക്കെ കൺസ്യൂം ചെയ്തതിന് ശേഷം ഒരു 2 മുതൽ 10 മാസം, അതാണ് ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ ടൈമായിട്ട് വരുന്നത്. ഫുഡ് സോഴ്സ് വരുന്നത് ഓയിസ്റ്റർ, അതുപോലെ റോ വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫുഡ് സോഴ്സ്. ദെൻ നോർവോക്ക് വൈറസ്, ഇവിടെ വരുന്ന വൈറസ് നോർവോക്ക് വൈറസ് ആണ്. സിംറ്റംസ് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിന്, ഹെഡേക്ക്, ലോ ഗ്രേഡ് ഫീവർ. ഫുഡ് സോഴ്സ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഷെൽ ഫിഷ് ഫ്രം കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് കണ്ടാമിനേറ്റഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് സോഴ്സായിട്ട് വരുന്നത്. റോട്ടാ വൈറസ് എന്താ ഉണ്ടാക്കുന്നത്? ദാറ്റ് കോസ് ഡിസീസ് ലൈക്ക് റോട്ടാ വൈറസ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഇറ്റ് ഈസ് ദ ലീഡിങ് കോസ് ഓഫ് സിവിയർ ഡയേറിയ. ഇതിൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിവിയർ ആയിട്ട് ഡയേറിയ ഉണ്ടായിരിക്കും എമംഗ് ഇൻഫൻറ്റ് ആൻഡ് ചിൽഡ്രൻ. ദെൻ സിംറ്റംസ് വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, ലോ ഗ്രേഡ് ഫീവർ, വാട്ടറി ഡയേറിയ. ദെൻ ട്രാൻസ്മിഷൻ ആയിട്ട് വരുന്നത് എന്താണ്? പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ്. നമ്മുടെ കയ്യിലൊക്കെ ഡേർട്ടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്റ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഡിസീസ് കോസ്ഡ് ബൈ ഫംഗൈ. മോൾഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മോൾഡ് സെൽ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആയിരിക്കും. അവ പെട്ടെന്ന് തന്നെ ഗ്രൂ ചെയ്യുന്നു ആൻഡ് ദേ ബിക്കം വിസിബിൾ. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വിസിബിളായിട്ട് മാറുന്നു. മോൾഡ് എന്ന് പറയുന്നത് ദാറ്റ് സ്പോയിൽ ഫുഡ്സ് കോസിങ് ഡിസ്കളറേഷൻ ആൻഡ് അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും അതിന് ഉണ്ടാക്കുന്നു. മോൾഡ് എന്ന് പറയുന്നത് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സം ഓഫ് വിച്ച് റിലേറ്റ് ടു ക്യാൻസർ ആൻഡ് കോസ് അലർജീസ്. ചിലത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചില ടോക്സിൻസ് എന്ന് പറയുന്നത് ക്യാൻസറിന് കാരണമാവുന്നുണ്ട്, ചിലത് അലർജി കോസ് ചെയ്യുന്നുണ്ട്. അഫ്ലാടോക്സിൻ ക്യാൻ കോസ് ലിവർ ഡിസീസ്. അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് ലിവർ ഡിസീസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഓൾദോ ദ സെൽസ് ആൻഡ് സ്പോർസ് ക്യാൻ ബി കിൽഡ് ബൈ ഹീറ്റിംഗ് ടു 140 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 10 minutes. നമ്മൾ ഈ ഒരു സെൽസിനെ അല്ലെങ്കിൽ സ്പോർസിനെയൊക്കെ നമുക്ക് ഒരു 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കില്ല് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദ ടോക്സിൻസ് ആർ ഹീറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഹീറ്റ് സ്റ്റേബിൾ ആയിരിക്കും, ആർ നോട്ട് ഡിസ്ട്രോയിഡ്. അതിന് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് മോൾഡ് പോലെ തന്നെ ഈസ്റ്റ് ക്യാൻ കോസ് ഫുഡ് സ്പോയിലേജ്. ഫുഡ് സച്ച് ആസ് ജെല്ലീസ്, ഹണി, സിറപ്പ്, ഫ്രൂട്ട് ജ്യൂസ് ആൻഡ് മോസ്റ്റ് ലൈക്ലി ലൗഡ് ബൈ ഈസ്റ്റ്. ദെൻ എവിഡൻസ് ഓഫ് ബബിൾ ആൻഡ് ആൽക്കഹോളിക് സ്മെല്ല് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ആർ ദ സൈൻ ഫോർ ദ ഫുഡ് ഹാവ് ദ പ്രസൻസ് ഓഫ് ഈസ്റ്റ്. ഈസ്റ്റിൻ്റെ പ്രസൻസ് ഒരു ഫുഡിലുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അതിൽ ബബിൾസ് ഫോം ചെയ്യുക, അതുപോലെ തന്നെ ആൽക്കഹോളിക് സ്മെല്ല് അല്ലെങ്കിൽ അതിനൊരു അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്. ഡിസ്കാർഡ് എനി ഫുഡ് ദാറ്റ് ഹാസ് ദ എവിഡൻസ് ഓഫ് ഈസ്റ്റിൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഫുഡിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. ദെൻ ഡിസീസ് കോസ്ഡ് ബൈ പാരസൈറ്റ്സ്. ഫസ്റ്റ് വൺ ആണ് സൈക്ലോസ്പോറിയാസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാരസൈറ്റ് സൈക്ലോസ്പോറ സയൻറ്റെനിസിസ് ആണ്. ദെൻ ഇതിൻ്റെ സിംറ്റംസ് ഇൻഫെക്ഷൻ ദാറ്റ് ഇൻഫെക്ട് ദ സ്മോൾ ഇൻറ്റസ്റ്റൈനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്, വാട്ടറി ഡയേറിയ, ദെൻ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ബ്ലോട്ടിംഗ്, സ്റ്റൊമക് ക്രാംസ്, നോസിയ, വോമിറ്റിംഗ്, ലോ ഗ്രേഡ് ഫീവർ. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ദെൻ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് ബെറീസ്, പിന്നെ ലെറ്റ്യൂസ്, ദെൻ ഫ്രഷ് ഹെർബുകൾ. നെക്സ്റ്റ് വണ്ണാണ് ഗിയാർഡിയാസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പാരസൈറ്റ് ഗിയാർഡിയ ഡൗഡനാലിസ് ആണ്. ദെൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഡയറിയ ഉണ്ടായിരിക്കും, ദെൻ സ്റ്റൊമക് ക്രാംസ്, അതുപോലെ തന്നെ നോസിയ, ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്കുകളാണ്. ട്രിക്കനോസിസ് ഇതിൽ വരുന്ന പാരസൈറ്റ് ആണ് ട്രിക്കിനീല സ്പൈറാലിസ്. അപ്പോൾ ഈ ഒരു പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സ്മോൾ ഹെയറി റൗണ്ട് വേമാണ് ഇത്തരത്തിലുള്ള പാരസൈറ്റുകൾ. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് വരുന്നത് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ലേറ്ററൽ സ്റ്റേജസ് ആർ ഫീവർ, swelling of tissue around the eyes and muscles stiffness, then last finally death. ഇതാണ് കണ്ണിൻ്റെ അവിടെ വരുന്ന ആ ഒരു swelling of tissue around the eye.
ദെൻ ഫുഡ് സോഴ്സ് ആയിട്ട് വരുന്നത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള പോർക്ക് ആൻഡ് സോസേജ്. ദെൻ ഗ്രൗണ്ട് മീറ്റ് കണ്ടാമിനേറ്റഡ് ത്രൂ മീറ്റ് ഗ്രൈൻഡേഴ്സ്. ഡിസീസ് കോസ്ഡ് ബൈ ടോക്സിൻ. ഇതിനൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ടോക്സിൻ എന്ന് വെച്ചാൽ ടോക്സിൻസ് ആർ ദ ടോക്സിക്കൻസ് ഓർ പോയ്സണസ് സബ്സ്റ്റൻസസ്. ടോക്സിക്കൻ്റോ അല്ലെങ്കിൽ പോയ്സണസ് സബ്സ്റ്റൻസ് ആണ് ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് ഓർഗാനിസം ആൻഡ് ജനറലി നോട്ട് വെൽ ഡിഫൈൻഡ് കെമിക്കലി. അത് കെമിക്കലി അതിനെ വെൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിപ്പെൻഡിങ് ഓൺ ഒറിജിൻ എത്ര തരത്തിലുണ്ട്? 4 തരത്തിലുള്ള ടോക്സിൻസ് ആണുള്ളത്. ബാക്ടീരിയൽ ടോക്സിൻസ്, മൈക്കോടോക്സിൻസ്, സൂടോക്സിൻസ്, ഫൈറ്റോടോക്സിൻസ്. സം ഓർഗാനിസം ആൻഡ് ദെയർ ടോക്സിൻസ്. ഓർഗാനിസം ബാക്ടീരിയ ആണെങ്കിൽ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് ബോട്ടുലിനം ടോക്സിൻ, സ്റ്റെഫൈലോകോക്കസ് ടോക്സിൻസ്. ഫംഗൈ ആണെങ്കിൽ അഫ്ലാടോക്സിൻ, മൈക്കോടോക്സിൻ, ഒക്രാടോക്സിൻ, പാറ്റുലിൻ. ദെൻ ടോക്സിക് ആയിട്ടുള്ള ആൽഗേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒക്കഡായിക് ആസിഡ്. നാച്ചുറൽ ടോക്സിൻസ് ആണെങ്കിൽ ഹിസ്റ്റാമിൻ, ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ്. ദെൻ ടോക്സിൻസ് cannot be destroyed by cooking. കുക്കിംഗ് വഴി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. സോ ഹീറ്റ് ചെയ്താലൊന്നും ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ടോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നോൺ റെപ്ലിക്കേറ്റീവ് ആയിരിക്കും, മോസ്റ്റ് ആർ പ്രോട്ടീനേഷ്യസ് ആയിരിക്കും, ദെൻ നോൺ ട്രാൻസ്മിറ്റബിൾ ആണ്, അതായത് ഹ്യൂമൻ ടു ഹ്യൂമൻ നോൺ ട്രാൻസ്മിറ്റബിൾ ആണ്, നോൺ വോളറ്റൈൽ ആണ്, കളർലെസ് ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും, ടേസ്റ്റ്ലെസ് ആണ്, മോസ്റ്റ് ആർ സ്റ്റേബിൾ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഫ്ലാടോക്സിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു ഏജൻറ്റ് ആസ്പെർജില്ലസ് ഫ്ലാവസ് ആണ് ഇതിൻ്റെ ഏജൻറ്റ്. അഫ്ലാടോക്സിനിൽ B1, B2, G1, G2 ഉണ്ടായിരിക്കും. ദെൻ B1 ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോക്സിസിറ്റി ദെൻ 0.5 to 10 mg/kg ആയിരിക്കും ഇതിൻ്റെ ഒരു ടോക്സിസിറ്റി എന്ന് പറയുന്നത്. ഡിസീസ് ലിവർ ക്യാൻസർ, ക്രോണിക് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ്, ജോണ്ടിസ്, സിറോസിസ് കോസ് അക്യൂട്ട് ടോക്സിറ്റി ആൻഡ് പൊട്ടൻഷ്യലി ഡെത്ത്. ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് പീനട്ട്സ് ആൻഡ് പീനട്ട് ബട്ടർ, ട്രീ നട്ട്സ് സച്ച് ആസ് പീക്കാൻസ്, കോൺസ്, വീറ്റ്, ഓയിൽ സീഡ്സ് സച്ച് ആസ് കോട്ടൺ സീഡ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫുഡ് സോഴ്സുകളായിട്ട് വരുന്നത്. ഒക്രാടോക്സിൻ ഇതിൻ്റെ ഏജൻറ്റ് ആസ്പെർജില്ലസ് ഒക്രാഷ്യസ് ആണ്. ടോളറബിൾ വീക്ക്ലി ഇൻടേക്ക് 120 ആണ്. ഇതിനൊരു ജീനോടോക്സിക് ആൻഡ് ടെറാട്ടോജനിക് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ടോക്സിറ്റി എന്ന് പറയുന്നത് നോ ഡോക്യുമെൻറ്റഡ് അക്യൂട്ട് ടോക്സിറ്റി ഇൻ ഹ്യൂമൻസ്. അതിൽ ഹ്യൂമൻസിലുള്ള ടോക്സിറ്റിനെ കുറിച്ചിട്ടൊന്നും ഉള്ള ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല. ദെൻ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് സോയാബീൻസ്, അതുപോലെ തന്നെ കോഫി ബീൻസ്, ഗ്രേപ്സ്, പീനട്ട്സ്, സിറിയൽസ്. പാറ്റുലിൻ്റെ പറയുന്നത് ഇതിൻ്റെ ഏജൻറ്റ് ആസ്പെർജില്ലസ് ക്ലാവറ്റസ് ആണ്, അതുപോലെ പെൻസീലിയം എസ്പാൻസം. ഇതിൻ്റെ പ്രൊവിഷണൽ മാക്സിമം ടോളറബിൾ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് 0.4 ആണ് കേട്ടോ, മൈക്രോഗ്രാം ആണ്. ദെൻ റിലേറ്റീവ്ലി ഹീറ്റ് സ്റ്റേബിൾ ആണ് ആൻഡ് ആർ നോട്ട് ഡിസ്ട്രോയ്ഡ് ബൈ പാസ്ചറൈസേഷൻ. ടോക്സിറ്റി നോ ഡോക്യുമെൻറ്റഡ് അക്യൂട്ട് ടോക്സിറ്റി. ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ്, പിയർ, അതുപോലെ തന്നെ ഗ്രേപ്സ്, ബിൽബെറീസ് മേ അഫക്റ്റ്, പിന്നെ സ്വീറ്റ് സൈഡർ. ദെൻ ഫിസിക്കൽ കണ്ടാമിനൻസ് ആയിട്ട് പറയുന്നത്, ഫിസിക്കൽ കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ എനി എക്സ്ട്രാനിയസ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ മാറ്റർ ഇൻ എ ഫുഡ് ഐറ്റം വിച്ച് മേ കോസ് ഇൽനെസ് ഓർ ഇഞ്ചുറി ടു എ പേഴ്സൺ കൺസ്യൂമിങ് ദ പ്രൊഡക്റ്റ്. ഫിസിക്കൽ കണ്ടാമിനൻസിനുള്ള എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, മെറ്റൽ, വുഡ്, സ്റ്റോൺ, പ്ലാസ്റ്റിക്, ബോൺ, ബുള്ളറ്റ്, ജ്വല്ലറി, സ്ട്രിങ്, വയർ ക്ലിപ്പ്, ഹെയർ, ഇൻസെക്റ്റ്, ഗം, റോഡ് ആൻഡ് ഡ്രോപ്പിംഗ്. സിംറ്റംസ് എന്ന് പറയുന്നത് നോസിയ, അതുപോലെ തന്നെ വോമിറ്റിംഗ്, ഡയേറിയ, ഹെഡേക്ക്, ഫീവർ ആൻഡ് ഡിസിനസ്, ചെസ്റ്റ് പെയിൻ. സോഴ്സ് ആയിട്ട് വരുന്നത് റോ മെറ്റീരിയൽസ് ആണ്, പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എംപ്ലോയി പ്രാക്ടീസ്. കെമിക്കൽ കണ്ടാമിനൻസ് ആയിട്ട് വരുന്നത് ടോക്സിക് സബ്സ്റ്റൻസ് ആൻഡ് എനി അതർ കോമ്പൗണ്ട്സ് ദാറ്റ് മേ റെൻഡർ എ ഫുഡ് അൺസേഫ് ഫോർ കൺസംഷൻ. 3 തരത്തിലുള്ള കെമിക്കൽ കണ്ടാമിനൻസ് ആണുള്ളത്. ഒന്ന് നാച്ചുറലി ഒക്കറിങ് ആയിരിക്കും. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ളതിനുള്ള എക്സാമ്പിൾസ് ആണ് പൈറോലിസിഡിങ് ആൽക്കലോയിഡ്സ്, അതുപോലെ തന്നെ ഫൈറ്റോ ഹീമോഗ്ലൂട്ടിലിൻ, ദെൻ പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽ. ഇൻറ്റൻഷലി ആഡഡ് അതിൽ വരുന്നതാണ് പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സിൻ്റെ എക്സാമ്പിൾ നൈട്രേറ്റ്, സൾഫേറ്റിംഗ് ഏജൻറ്റ്സ് ഒക്കെയാണ്. ദെൻ കളർ അഡിക്റ്റീവ്സ്.
മൂന്നാമത്തെയാണ് അൺഇൻറ്റൻഷനലി ആഡഡ്. സെക്കൻഡറി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. എക്സാമ്പിളാണ് അതിന് ലൂബ്രിക്കൻസ്, സാനിറ്റൈസേഴ്സ്, പെയിൻറ്റ് എന്നൊക്കെ വരുന്നത്. അഗ്രികൾച്ചറൽ കെമിക്കൽസ്, അതിന് എക്സാമ്പിളാണ് പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്. ദെൻ മൂന്നാമത്തെ വരുന്നത് ടോക്സിക് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എക്സാമ്പിളാണ് ലെഡ്, സിങ്ക്, മെർക്കുറി, സയനൈഡ്. എപ്പിഡമോളജി ആൻഡ് ട്രാൻസ്മിഷൻ. എപ്പിഡമോളജിയിൽ പറയുന്നത് ഒത്തിരി ഫുഡ്ബോൺ ഡിസീസുകളൊന്നും അത് റെക്കഗ്നൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒത്തിരി കാരണങ്ങൾ കൊണ്ട് അത് ഇപ്പോഴും അൺറിപ്പോർട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റുട്ടീൻ സർവൈലൻസ്, അതായത് പതിവായിട്ട് ചെയ്യുന്ന ഈ ഒരു നിരീക്ഷണം കൊണ്ട് നമുക്ക് ഈ മൈൽഡായിട്ടുള്ള ഫുഡ്ബോൺ ഡിസീസുകളെ കുറിച്ചിട്ടൊന്നും അവർ റിപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് വരുന്നത് ചില സെയിം ആയിട്ടുള്ള പാത്തോജൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഫുഡ്ബോൺ ഡിസീസുകൾ അല്ലെങ്കിൽ ഫുഡ്ബോൺ ഇൽനെസ്സൊക്കെ കോസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ അത് വാട്ടറിലൂടെ ട്രാൻസ്മിറ്റഡ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ളതും ആവാം. ലാസ്റ്റ്ലി പറയുന്നത് ചില പാത്തോജൻസ് എന്ന് പറയുന്നത് എമർജ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ കൺസിഡറിങ് ദീസ് ഫാക്ടേഴ്സ്, ഇത്തരത്തിലുള്ള ഈ ഒരു ഫാക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ തന്നിട്ടുള്ള കുറച്ച് നമ്പർ ഓഫ് ഡിസീസുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ, ഡെത്ത്, ഇതൊക്കെ ഒബ്സലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഒബ്സലേറ്റ് മീൻസ് കാലഹരണപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്മിഷൻ ഓഫ് ഫുഡ്ബോൺ പാത്തോജൻസ് ഒക്കേഴ്സ് വയ ദ ഓറൽ റൂട്ട്. നമുക്കറിയാമല്ലോ ട്രാൻസ്മിഷൻ ഫുഡ്ബോൺ പാത്തോജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറൽ റൂട്ട് വഴിയായിരിക്കും അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഹൗ ദോസ് പാത്തോജൻസ് കണ്ടാമിനേറ്റ് ഫുഡ് ക്യാൻ വാരി ബേസ്ഡ് ഓൺ ദ ഓർഗാനിസം, അതിൻ്റെ റിസർവോയർ, പിന്നെ ഫുഡ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ ആൻഡ് ക്രോസ് കണ്ടാമിനേഷൻ പ്രിയോർ ടു സെർവിങ്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്താണ് ഈ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പാത്തോജൻസ് വാരി ചെയ്യുന്നുണ്ട്. ചില ഓർഗാനിസംസ്, അതായത് നോർവാക്ക് പോലുള്ള വൈറസുകൾ, ഷിജല്ല, കാമ്പൈലോബാക്ടർ, അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഹ്യൂമൺ ആണ് ഇവിടെ റിസർവോയറായിട്ട് വരുന്നത്. ചില ഓർഗാനിസത്തിനാണെന്നുണ്ടെങ്കിലോ ഈ എനിമൽ ആയിരിക്കും റിസർവോയറായിട്ട് വരുന്നത്, സച്ചാസ് കാമ്പൈലോബാക്ടർ, സാൽമോണല്ല, ഈക്കോളൈ, ലിസ്റ്റീരിയ ആൻഡ് ടോക്സോപ്ലാസ്മ. കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ്റെ സെവറൽ പോയിൻറ്റ്സിൽ വെച്ചിട്ട് അത് നടക്കാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ അത് നമുക്ക് ഫാമിലോ അല്ലെങ്കിൽ ഫീൽഡിൽ വെച്ചിട്ട് ഉണ്ടാവാം, അതല്ലെങ്കിൽ സ്ലോട്ടർ പ്ലാന്റ്സ്, അതായത് കശാപ്പ് ശാലകളിൽ വെച്ചിട്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഫുഡിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സെയിലിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടോ ഒക്കെ കണ്ടാമിനേഷൻ നടക്കാവുന്നതാണ്. ഇനി ഈ പീപ്പിൾ വിത്ത് എ ഹയർ റിസ്ക് ഫോർ ഫുഡ്ബോൺ ഇൽനെസ്, ഈ ഒരു ഫുഡ്ബോൺ ഇൽനെസ് എത്തരത്തിലുള്ള ആൾക്കാരിലാണ് ഒരു ഹയർ റിസ്ക് കാണിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻഫൻറ്റുകൾ, കുട്ടികളിൽ, അതായത് കുഞ്ഞു മക്കളിലൊക്കെ ഇതുണ്ടാവാം, ഇതൊരു ഹൈ റിസ്ക് തന്നെ ആയിരിക്കും. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺസ്, പ്രഗ്നൻ്റ് ലേഡീസിലും അത് റിസ്കി ഫാക്ടർ തന്നെയാണ്. പിന്നെ യങ് ചിൽഡ്രൻസ്, അതുപോലെ തന്നെ ഓൾഡർ അഡൾട്ടുകൾ, വയസ്സായിട്ടുള്ള ആൾക്കാരിൽ, പിന്നെ അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലും ഇതൊരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിസ്ക് തന്നെയാണ് ഈ ഒരു ഇൽനെസ്സുകൾ കാണിക്കുന്നത്.